ദുബായ് ഗ്ലോബൽ വില്ലേജ് അക്ഷരാർത്ഥത്തിൽ ഒരു സന്തോഷ ഗ്രാമമാണ്. ആദ്യ 2 മാസങ്ങളിൽ തന്നെ 23 ലക്ഷത്തിലധികം ആളുകളാണ് ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയത്. വിവിധ ദേശങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഇഴചേർന്ന ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ കാണേണ്ടത് തന്നെ. തിങ്കളാഴ്ച ദിവസം കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജ്. അന്ന് കുടുംബങ്ങളെ അല്ലാതെ ആരെയും ഗ്ലോബൽ വില്ലേജിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക പോലുമില്ല. ഗ്ലോബൽ വില്ലേജിലെ അത്തരം ചില തിരക്കുകളിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസിന്റെ ക്യാമറ ഇനി പോകുന്നത്. സന്ദർശകരുടെ സന്തോഷമാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ മുഖമുദ്ര. നവംബർ 1 മുതൽ ജനുവരി വരെ 23 ലക്ഷം സന്ദർശകരാണ് ആഗോള ഗ്രാമത്തിന്റെ കാഴ്ചകളും രുചികളും ആസ്വദിക്കാനെത്തിയത്. പുതുവർഷത്തിന്റെ ആഴ്ചയിൽ മാത്രം ഏതാണ്ട് 1,10,000 പേർ ഗ്ലോബൽ വില്ലേജിൽ എത്തിയെന്നാണ് കണക്ക്. വിവിധ ദേശങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, വേഷങ്ങൾ, കാഴ്ചകൾ, രുചികൾ തുടങ്ങിയവയുടെ സമ്മിശ്ര സമ്മേളനമാണ് ഗ്ലോബൽ വില്ലേജ്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ തോളോട് തോൾ ചേർന്ന സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനുള്ള സുരക്ഷിത ഗ്രാമം. ടിക്കറ്റ് എടുക്കുന്ന കവാടം മുതൽ അതീവ ശ്രദ്ധയും അതിനോടൊപ്പം ആകർഷണീയവുമാക്കിയാണ് ഗ്ലോബൽ വില്ലേജിലെ നടവഴികൾ തീർത്തിട്ടുള്ളത്. തെരുവ് വിളക്കുകളും വഴിയരികിലുള്ള ഇരിപ്പിടങ്ങളും വൃത്തിയുള്ള പുൽമൈതാനങ്ങളും സൗജന്യ വൈഫൈയും ഗ്ലോബൽ വില്ലേജിനെ പ്രശസ്തമാക്കുന്നതിനോടൊപ്പം പ്രിയങ്കരവുമാക്കുന്നു. ഭക്ഷണശാലകളുടെ വലിയ നിര തന്നെയുണ്ട് ആഗോള ഗ്രാമത്തിൽ. ഇന്ത്യക്കാരന് തുർക്കി കാപ്പി കുടിക്കാം, ഫ്രഞ്ചുകാരന് കരക്ക് ചായ കുടിക്കാം, അമേരിക്കക്കാരന് ഇന്ത്യൻ പാനിപ്പൂരി കഴിക്കാം, എമിറാത്തിക്ക് ചൂട് ബർഗറും കഴിക്കാം. അങ്ങനെ ലോകത്തെ ഏതാണ്ട് നല്ല രുചികളൊക്കെയും ഇവിടെ ഗ്ലോബൽ വില്ലേജ് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ഭക്ഷണശാലകൾ നിരന്നിരിക്കുന്ന ഒരു തെരുവ് തന്നെ മനോഹരമായി ഇവിടെ തീർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസം കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അന്ന് കുടുംബത്തോടൊപ്പം എത്താത്തവർക്ക് പ്രവേശനമില്ല. കുടുംബങ്ങൾക്ക് യോജിക്കാത്ത വേഷം ധരിച്ചെത്തുന്നവർക്ക് പോലും പ്രവേശനം അനുവദിക്കില്ല. പക്ഷേ ഇത്രയും തിരക്കുണ്ടെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഗ്ലോബൽ വില്ലേജ് അധികാരികൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശുചിമുറികൾ പോലും അതീവ വൃത്തിയോടെയാണ് പരിപാലിക്കുന്നത്. തെരുവുകളിലൂടെ നടക്കുമ്പോൾ ബലൂൺ കച്ചവടക്കാർ കുട്ടികളെ ആകർഷിക്കാനെത്തും. നടന്നു ക്ഷീണിക്കുന്നവർക്ക് കരക്ക് ചായ മുതൽ തുർക്കി കാപ്പി വരെ വഴിയരികിൽ കിട്ടും. ഇത് പറയുമ്പോഴാണ് രസകരമായ ഒരു ചായ കണക്ക് പറയാനുള്ളത്. ഇത്തവണത്തെ സീസണിന്റെ ആദ്യ 2 മാസങ്ങളിൽ മാത്രം 6 ലക്ഷത്തിലധികം കരക്ക് ചായകളാണ് വിറ്റഴിഞ്ഞത്. ഈ ചായകൾ വിൽക്കുന്നതാകട്ടെ മലയാളികളും പിന്നെ കലാകാരന്മാരുടെ ഇടപെടലുകളാണ്. കുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങൾ കാർട്ടൂൺ വേഷങ്ങളിൽ അണിഞ്ഞ് ഒറ്റവീലിൽ ചുറ്റിത്തിരിഞ്ഞ് കലാകാരന്മാർ കുട്ടികൾക്കിടയിലൂടെ ഓടിയെത്തും. ചിലർ സൈക്കിൾ വണ്ടികളിലും ഇടയ്ക്കിടെ വന്നുപോകും. ഗ്ലോബൽ വില്ലേജിലെ പ്രധാന സ്റ്റേജിൽ മാത്രമല്ല എല്ലാ പവനിയിലും കലാപരിപാടികളും അലങ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യ പവനിയിൽ ചെന്നാൽ പാവകളി കാണാം. അനേകരെയാണ് ഈ പാവകളി ആകർഷിക്കുന്നത്.
ഗ്ലോബൽ വില്ലേജിലെ പ്രധാന വേദിയിൽ ലോകത്തെ വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇവിടെയും ഇന്ത്യക്കാർക്ക് നല്ല പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജിലെ മറ്റൊരു ആകർഷണം ഇവിടെ തീർത്തിരിക്കുന്ന കൃത്രിമ കനാലാണ്. ഇതിലൂടെ RTA അബ്രകൾ തലങ്ങും വിലങ്ങും പായും. അബ്ര സ്റ്റേഷനും ഇവിടെ തീർത്തിട്ടുണ്ട്. അബ്രകളിലെ യാത്രകൾ വളരെ ആകർഷണമാണ്. ഈ കനാല് തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒന്നാണ്. ചെറു കനാലിലൂടെ എത്തുന്ന അബ്രകൾ സന്ദർശകരെ എത്തിക്കുന്നത് വർണ്ണ വെളിച്ചത്തിൽ തുള്ളിക്കളിക്കുന്ന ജലധാരയ്ക്കടുത്താണ്. വെള്ളത്തിൽ അബ്രയിൽ ഇരുന്നുള്ള ഈ ആസ്വാദനം ജീവിതത്തിൽ ആർക്കും തന്നെ മറക്കാൻ കഴിയില്ല. കണക്കുകളിൽ സന്തോഷപ്രദമായ സാഹചര്യവും സമയവുമാണ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്ക് പകരുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം 10ൽ 9 മാർക്കാണ് ഗ്ലോബൽ വില്ലേജിന് സന്ദർശകർ സമ്മാനിച്ചിട്ടുള്ളത്. സന്ദർശകരുടെ എണ്ണത്തിൽ മാത്രമല്ല, ആളുകൾ ഗ്ലോബൽ വില്ലേജിൽ ചെലവഴിക്കുന്ന പണത്തിന്റെ അളവിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിലെ വിവിധോൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സീസൺ തീരുന്ന മുറയ്ക്ക് ഈ ശതമാനക്കണക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത. ഇവിടേക്കുള്ള വാഹന സൗകര്യത്തിന്റെ കാര്യത്തിലും മികവ് പുലർത്താൻ ഗ്ലോബൽ വില്ലേജിന് കഴിഞ്ഞു. RTA ഷട്ടിൽ ബസ്സുകൾ പ്രയോജനപ്പെടുത്തിയത് 6 ലക്ഷത്തിലധികം ആളുകളാണ്. ഇത് തുടക്കത്തിലെ മാസത്തിലെ കണക്കാണ്. 40ലധികം ട്രാവൽ കമ്പനികൾ വിവിധ ദേശങ്ങളിൽ നിന്നും സന്ദർശകരെ ഗ്ലോബൽ വില്ലേജിൽ എത്തിക്കുന്നു. സന്തോഷത്തിന്റെ ചിരി പടർത്തി ആഗോള ഗ്രാമം സന്ദർശകരെ മാടി വിളിച്ച് ഏപ്രിൽ വരെ ഉണ്ടാകും. ഇനിയും ഈ സന്തോഷ ഗ്രാമം കാണാത്തവർക്ക് സുസ്വാഗതം. ഗൾഫിൽ ഇപ്പോൾ തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, മഴയുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി ഈ മനോഹരമായ കാലാവസ്ഥ ഗൾഫിൽ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അറേബ്യൻ സ്റ്റോറീസ് അവതരിപ്പിക്കുന്ന ഞങ്ങൾക്കുമുള്ളത്. ഞങ്ങളുടെ പ്രേക്ഷകരടക്കം സമ്മാനിച്ച ദൃശ്യങ്ങൾ കൊണ്ട് UAE മഞ്ഞടക്കം നിങ്ങളെ ഞങ്ങൾ കാട്ടിത്തന്നു. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ ചില അറിയിപ്പുകളും നിങ്ങളുടെ ചില കാഴ്ചകളും നിങ്ങളുടെ ചില ദൃശ്യങ്ങളുമാണ് ഞങ്ങൾക്ക് വലിയ വിരുന്ന് സൃഷ്ടിക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. അറേബ്യൻ സ്റ്റോറീസിന്റെ മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhuminews.in സന്ദർശിക്കുക. യൂട്യൂബിലും അറേബ്യൻ സ്റ്റോറീസിന്റെ മുൻ എപ്പിസോഡുകൾ ലഭ്യമാണ്. എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.